my channel. In this video, I will use eyebrow tattoo tint. I will use Maybelline tattoo tint. This I use 2 years. Palatharathillulla tattoos, eyebrow tattoos available on shops, online purchase. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഐബ്രോ ടാറ്റു ആണ്. ഇതിന്റെ ടിന്റ് നമുക്ക് 3 ഡേയ്സ് വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അത് ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ഡേ നമുക്കത് 24 hours നമുക്കത് അതിന്റെ ടിന്റ് നമ്മുടെ ഐബ്രോസിൽ ഉണ്ടാവും. അല്ല നമ്മൾ ഓവർനൈറ്റ് നമ്മൾ അത് വെച്ച് നെക്സ്റ്റ് ഡേ നമ്മളത് പീൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ഡേയ്സ് വരെ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും ഐബ്രോസിൽ. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ഐബ്രോസ് ചെയ്യാം. എൻ്റെ ഐബ്രോസ് യൂഷ്വലി ഇത്തിരി തിന്നുമാണ്, ലൈറ്റ് കളറാണ്, ഡാർക്കല്ല. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യാതിരിക്കാറില്ല. അപ്പം ഞാൻ ഇത് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് യാത്രകൾക്കോ പിന്നെ ധൃതിയായി മോർണിംഗിൽ പോണ എങ്ങോട്ടെങ്കിലും ധൃതിയായി പോകണമെങ്കിലും ഒക്കെ മുന്നേ ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വെരി ഗുഡ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു ഐബ്രോ ടാറ്റു ആണ്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇങ്ങനെയാണ്. ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ടാറ്റു ചെയ്യുക. അപ്പം നമുക്ക് ടാറ്റു ചെയ്ത് കാണാം. ചെയ്ത് കഴിഞ്ഞു. പക്ഷേ യൂഷ്വലി ഞാൻ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ വീതി കൂടി ഇന്ന് ചെയ്തത്. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ഇതിപ്പോൾ എൻ്റെ 2 സൈഡും ഞാൻ ചെയ്തു. ഇനി 20 മിനിറ്റ്സ് ആണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. 2 hours വെക്കുകയാണെങ്കിൽ നമുക്ക് 3 days വരെ ഇത് നമുക്ക് ഈ ടിന്റ് നമ്മുടെ ഐബ്രോസിൽ ഉണ്ടാവും. ഞാനിത് 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കാണാം.
പീൽ ഓഫ് ചെയ്യുമ്പോൾ ഒരു മുടി പോലും ഐബ്രോസിൻ്റെ നമുക്ക് പോരില്ല, സേഫാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇത് കേരളത്തിൽ അവൈലബിൾ ആണോ, ആമസോണിൽ കിട്ടും, ഷോപ്സിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് റിവ്യൂ ഇതിൻ്റെ പറയുകയാണെങ്കിൽ, ഞാൻ ഇത് 2 ഇയേഴ്സായി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് വെച്ച് ഇത് വെരി ഗുഡ് പ്രൊഡക്റ്റാണ്. പീൽ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂലി ബ്രഷ്, ഏതെങ്കിലും ഐബ്രോസിന് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഐബ്രോ ജെല്ലിൻ്റെ ബ്രഷ് ആയാലും മതി. അത് ഓഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കളയാൻ പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ 4 ഷെയ്ഡ്സാണ് അവൈലബിൾ. ഡാർക്ക് ബ്രൗൺ, മീഡിയം ബ്രൗൺ, പിന്നെ ലൈറ്റ് ബ്രൗൺ, ഗ്രേ ബ്രൗൺ, അങ്ങനെ 4 ഷെയ്ഡ്സാണ് അവൈലബിൾ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് കാണാൻ പറ്റുമോ അറിയില്ല, ഫോക്കസ് ശരിയാവുന്നില്ല. പിന്നെ ഇത് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് ഇത് നമ്മൾ വെച്ചാലാണ് നമുക്കൊരു 1 ഡേ നമുക്കത് ലാസ്റ്റ് ചെയ്യും. ഈ ടിൻറ്റ് നമ്മുടെ ഐബ്രോസിലുണ്ടാവും. അല്ലെങ്കിൽ ഒരു 2 hours ഒക്കെ വെച്ചാൽ, ഇല്ലേ ഓവർനൈറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് 3 days നമുക്ക് ഇതിൻ്റെ സ്റ്റെയിൻ നമ്മുടെ ഐബ്രോസിലുണ്ടാവും, ടിൻറ്റ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് പലരും പല റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മുടെ നാച്ചുറൽ ഷേപ്പൊക്കെ വരണമെങ്കിൽ നമ്മൾ ഐബ്രോസിന് നമ്മൾ ഇവിടുന്ന് തുടങ്ങില്ല. പക്ഷേ ഈ ടാറ്റു ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഡാർക്കായിട്ടാണ് ഇവിടെ ആയാലും 2 സൈഡും നമുക്ക് ഒരേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. പക്ഷേ എനിക്ക് ഐബ്രോസിൻ്റെ കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ലുക്ക് എനിക്കിഷ്ടമാണ്, ഓൺലി ഐബ്രോസിൻ്റെ കാര്യത്തിൽ. അപ്പം ചിലർക്ക് അത് നാച്ചുറൽ ലുക്കിന് വേണ്ടി ചിലർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല ഐബ്രോസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല. അതർ ദാൻ ദാറ്റ് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇത്തിരി കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് റെഗുലറായിട്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. ഇതാണ് എനിക്ക് മെബലിൻ ടാറ്റു ബ്രോ ടിൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഞാനൊരു ബിഗിനറായ യൂട്യൂബറായ കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.